വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഈ ഫാദർ സ്കറിയൻ്റെ കീഴിലുള്ള പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കണ്ണൂർ പോലീസും കണ്ണൂർ പീസ് ഫൗണ്ടേഷനും ഒക്കെ കൂടി സമാജ്വാദി കോളനി ചെല്ലുകയും അവിടെ ചെല്ലാനുണ്ടായ കാരണം തന്നെ അവിടെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് അടിച്ചു കൊലപ്പെടുത്തിയൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അന്നേരമാണ് ആ കോളനിയിൽ നടക്കുന്ന മറ്റുള്ള ഒരുപാട് അനാരോഗ്യകരമായ പ്രവണതകളെ പറ്റി മനസ്സിലാവുകയും നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ആ കോളനി ഫാദർ സ്കറിയൻ്റെയും ഞങ്ങളുടെയൊക്കെ താല്പര്യപ്രകാരം ആ കോളനി ദത്തെടുത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കാനും ജനങ്ങൾക്ക് വേണ്ടി വരുന്ന മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് പ്രചോദനം കൊടുത്തുകൊണ്ട് കൂടുതൽ കോച്ചിങ് കൊടുത്തുകൊണ്ട് മറ്റേ SN ട്രസ്റ്റും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു കോച്ചിങ് ക്ലാസ്സും ട്യൂഷനൊക്കെ കൊടുക്കുന്നതിനും അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിക്കാൻ തയ്യാറായി വന്നത് കണ്ണൂർ പീസ് ഫൗണ്ടേഷൻ്റെ അച്ഛനൊക്കെയാണ്. കുടുംബം നശിപ്പിച്ചു നാടു മുടിപ്പിച്ചു ഭീകരരൂപിയായി കാലൻ വരുന്നേ. അതോടൊപ്പം തന്നെ മറ്റുള്ള രീതിക്ക് ഗാന്ധി ജയന്തി ദിനത്തിലെ ഒരു സമാധാനപരമായ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി OSCക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. മറ്റുള്ള കോളേജുകളിൽ സ്കൂളുകളിലും മറ്റുമൊക്കെയുള്ള ഡ്രഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതിന് അഡിക്ഷനുള്ള കുട്ടികളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഈ അച്ഛൻ പ്രവർത്തിക്കുകയും പ്രവർത്തന ശൈലിക്ക് തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. ഏതായാലും അച്ഛൻ്റെ ഈ പ്രവർത്തന ശൈലി കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സ്തുത്യർഹമാണ്. എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി സമാധാനപരമായ കാര്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി അച്ഛൻ കൈക്കൊണ്ടുവരുന്ന എല്ലാ കാര്യത്തിലും കണ്ണൂർ പോലീസിൻ്റെ സർവ്വവിധ ഭോഗങ്ങളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇത് പ്രേം വൈശാലി അമ്മ, കണ്ണൂരിൻ്റെ ഒരു സ്നേഹ സാന്നിധ്യം എന്ന് ഞാൻ വിശേഷിപ്പിക്കും. കഴിഞ്ഞ വർഷം ഒരു കന്യാസ്ത്രീകളെ വടക്കേ ഇന്ത്യയിൽ ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ അതിനോടൊരു പ്രതിഷേധമായിട്ട് സിസ്റ്റേഴ്സിൻ്റെ ഒരു വലിയൊരു സംഗമം, അവരുടെ ഒരു പ്രതികരണം ഇതിനോടുണ്ടായി. ആ സമയത്താണ് ഞാൻ വാസ്തവത്തിൽ വൈശാലിയമ്മയെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഇവിടെ ആശ്രമത്തിൽ വരികയും ഇവരുടെ ചരിത്രം കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതവും ഒരു വലിയ ദൈവസാന്നിധ്യം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വൈശാലി അമ്മ ഇന്ന് ഞങ്ങൾ മാനസികമായിട്ട് ഒത്തിരി അടുപ്പത്തിലാണ്, പരസ്പരം സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള വൈശാലി അമ്മയെ കണ്ണൂർ പീസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടാൻ പറ്റി ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുക. ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക, ഫാദറിൻ്റെ മുമ്പിലൊരു വളരെ ചെറിയൊരു സേവനം എൻ്റെ ഇതിൽ വരുന്നുള്ളൂ. കാരണം ഇവർ ജനനം കൊണ്ട് തന്നെ ഈ ഇതിലോട്ട് വന്നപ്പോൾ ചെറിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഫാദറിനെ ഞാൻ കണ്ടപ്പോൾ അല്ലെ അതിൽ പരിചയപ്പെട്ടപ്പോഴുണ്ടായ ഒരു സഹോദര്യ ഭാവം, ഞാൻ വലിയൊരു ഫാദറാണ് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഭാവത്തിൽ ഇതിലോട്ട് വന്നപ്പോൾ പിന്നെ ക്രിസ്ത്യൻ അല്ലെ മറ്റ് മതങ്ങൾ അത് വളരെ ചെറുപ്പത്തിൽ എന്നിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വളരെ എന്ന് പറഞ്ഞാൽ ഞാനതുകൊണ്ട് മനസ്സിലാക്കുന്നത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ഭാവം നമ്മളില്ല എങ്കിൽ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു എന്നെ വളർത്തിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിസ്റ്ററാവാൻ വലിയൊരു മോഹമായിരുന്നു. കാരണം ആ സേവനം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അവർ ഓരോന്നും ചെയ്യുന്നു. അപ്പോഴെപ്പോഴും ആര് ക്രിസ്ത്യാനിറ്റിനെ എതിർത്താലും ഞാൻ പറയും അവരെ സേവ കണ്ടൊന്ന് പഠിക്കും, ആ ആചാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ക്രിസ്ത്യനാണെന്നോ, ഞാൻ ധൈര്യത്തിൽ പറഞ്ഞിട്ടാണ്. ഞാൻ അതിൻ്റെ ഇത്തിരിയെങ്കിലും ഇത് അപ്പം നിങ്ങളൊക്കെ ആ രീതിയിൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു സാഹോദര്യ ഭാവം ഉണ്ടല്ലോ. എനിക്കൊരു സഹോദരനുണ്ട്, അല്ലാതെ ഒരു ഫാദറുണ്ട് അല്ലേ അവർ ക്രിസ്ത്യൻ ഇതിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ സങ്കല്പിക്കാറേ ഇല്ല. എനിക്ക് ധൈര്യത്തിൽ വിളിക്കാൻ പറയാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ഏത് സമുദായമെന്നോ ഏത് മതമെന്നോ അതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ കുട്ടികളോട് കാര്യത്തിൽ ഫാദർ ചെയ്യുന്ന ആ കാര്യങ്ങൾ എനിക്ക് വളരെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും ഇവരെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നല്ലൊരിതാക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം കുട്ടികളിൽ ഒരു തകരാറും ഇല്ല, ശരിക്കും ഇല്ല. പക്ഷെ നമ്മുടെ വളർത്തുന്ന രീതി, നമ്മുടെ സമൂഹമാണ് ശരിക്കും അതിന് ഉത്തരവാദപ്പെട്ടവർ. അപ്പോൾ കുട്ടികളെ ശരിയല്ല എന്ന് വെച്ച് തള്ളാൻ എനിക്കത് സാധ്യമല്ല. അപ്പോൾ അതിന് ഫാദറിൻ്റെ കൂടെ ഞാൻ, കാരണം മുതിർന്നവർ ഓൾറെഡി മുതിർന്നു, അവരെ ഇനി മാറ്റുക എന്നുള്ളത് അതൊരു ഭഗീരഥ യജ്ഞം തന്നെയാണ്. പക്ഷേ ഈ മക്കളെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം,
ഇപ്പോൾ എവിടെ നടത്തുന്നാലും ഇപ്പം എനിക്കിത്തിരി ലിമിറ്റഡേ ഉള്ളൂ എനിക്ക് പറ്റുന്ന കുട്ടികൾ അത്ര കുട്ടികൾ. പക്ഷേ ഫാദറിൻ്റെ വിശാലമായ ലോകത്ത് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തിനും എപ്പോഴും തയ്യാറാണ്. എൻ്റെ പേര് അബിന. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പീസ് ഫോം എന്ന പ്രോഗ്രാമുമായി ഫാദർ വന്നിരുന്നു. ഞങ്ങൾ ആ പരിപാടി കാണാനിടയായി. എനിക്ക് നല്ല അഭിപ്രായമാണ്. സമൂഹത്തിനെക്കുറിച്ചും ഇന്നത്തെ രാഷ്ട്രീയത്തിനെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. മദ്യപാനം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും നമുക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിലെ പാവം ജനങ്ങളെ ഭ്രാന്തു പീഡിപ്പിക്കും മദ്യം, നിറമുള്ള മദ്യം, മണമുള്ള മദ്യം, പാമ്പിനെ പോലാക്കും മദ്യം, നമ്മളെ പാമ്പിനെ പോലാക്കും മദ്യം. കണ്ണൂർ പീസ് ഫോറം ഏകദേശം 5 വർഷമായി കണ്ണൂരിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കണ്ണൂരിലെ നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട്, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷം കണ്ണൂരിൽ വളരെ മൃഗീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കണ്ണൂർ പീസ് ഫോറം ഒരു ജനങ്ങളുടെ സംരക്ഷണത്തിനും ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി ഈ ഒരു സംഘടന ഫാദർ സ്കറിയ കല്ലൂരച്ഛൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ആരംഭിച്ചിട്ടുള്ളത്. രണ്ടാം ക്രിസ്തുവായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സ്നേഹദർശനങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ സാധുവൈദികൻ ചെയ്യുന്ന എളിയ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിനു മുൻപിൽ വലിയ വിലയുണ്ട്. തീർച്ച അസമാധാനത്തിലേക്കും അക്രമത്തിലേക്കും തിരിയാതെ സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും നമ്മൾ വളരണം എന്നുള്ള സന്ദേശമുള്ള ഈ തെരുവുനാടകം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കണ്ണൂർ പീസ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ്. എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. നാടിന്റെ ജീവനിൽ ചങ്ങല കെട്ടി കമ്പാലായി കാലൻ വരുന്നേ. കുടുംബം നശിപ്പിച്ച് നാടു മുടിപ്പിച്ച് ഭീകരരൂപിയായി കാലൻ വരുന്നേ. കരുതുക 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 നിങ്ങൾ. സമരപ്പന്തൽ വെച്ചാണ് ഫാദർ സ്കറിയ കലൂരും പീസ് ഫൗണ്ടേഷൻ്റെ ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അവരുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എനിക്ക് വളരെ താല്പര്യമുണ്ടായി. അങ്ങനെ നിരന്തരമായി അച്ഛനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിവിധ മേഖലകളിൽ, ആദിവാസി മേഖലകളിലൊക്കെ ചില പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയും അത് മെച്ചപ്പെടുത്തി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മട്ടന്നൂരിനടുത്ത് 155 പട്ടികവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയിൽ ഞങ്ങൾ ഒരു തെരുവ് നാടക സംഘവുമായി ആ കോളനിയിൽ പോവുകയും അവിടെ മദ്യത്തിനും മയക്കുമരുന്നിനും ജാതി മത വർഗീയതക്കെതിരായിട്ടുള്ള ഒരു ലഘു നാടകം, ഒരു തെരുവ് നാടകം അവിടെ അവതരിപ്പിക്കണം. പക്ഷെ അത് അന്നത്തെ ദിവസം മുൻകൂട്ടി വിവരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും പിന്നീട് ഞാൻ ആ കോളനിയിൽ പോയപ്പോൾ അവിടെ പങ്കെടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അതുപോലുള്ള പരിപാടികളും നമ്മുടെ ഈ കോളനിയുടെ വികസനത്തിനാവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ താല്പര്യമുണ്ടെന്ന് പറയുകയുണ്ടായി. ഇനിയും അതുപോലുള്ള പിന്നോക്കം നിൽക്കുന്ന കോളനികൾ, ഇപ്പോൾ എനിക്കറിയാം ഇരിട്ടി മേഖലയിലുള്ള ആറളം, കളിച്ചാർ, കേളകം പോലുള്ള കോളനികളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ ജനുവരിയോടുകൂടി നമുക്ക് ഈ തെരുവ് നാടക സംഘവുമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ അച്ഛൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനും പോകാൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഞങ്ങളൊരു ക്യാമ്പയിൻ വർക്ക് ആ മേഖലയിൽ നടത്താൻ നമ്മൾ തയ്യാറാണ്. ഇത് TPR നാഥ്, എൻ്റെ കർമ്മമണ്ഡലത്തിലെ ഗുരുനാഥൻ. കണ്ണൂരിൽ ഞാൻ കാലുകുത്തുമ്പോൾ TPR ആണ് എന്നെ ഈ സമാധാന ദൗത്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരുപാട് അംഗീകരിക്കുന്നു,
ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് യാത്രയാകുന്നു. അച്ഛൻ്റെ പ്രവർത്തനവും അച്ഛൻ്റെ ചുറുചുറുക്കും എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി. ഒരു ഗാന്ധി എന്ന നിലയിൽ ഇവിടുത്തെ സമാധാന ദൗത്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള അതിയായ ആഗ്രഹവുമായി അടങ്ങിയിരിക്കുന്ന എനിക്ക് അച്ഛൻ്റെ സാന്നിധ്യം കൂടി വന്നപ്പോൾ പീസ് ഫോറത്തെ കെട്ടിപ്പടുക്കാനും പീസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും വലിയ ഒരു ശക്തിയായി അച്ഛൻ മാറുകയുണ്ടായി. എനിക്ക് തോന്നുന്നു പക്ഷേ കണ്ണൂരിൽ ഈ പീസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയ വലിയ ഒരു സമാധാന ചിന്തയുണ്ട് ഇവിടെ. അതെനിക്ക് തോന്നുന്നു പക്ഷേ നേരത്തെ അച്ഛനോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ ഗാന്ധിയും ഫ്രാൻസിസും തമ്മിലുള്ള ബന്ധം പോലെ ഒരുപക്ഷെ ലോകത്തിൽ സമാധാനത്തിൻ്റെ ഏറ്റവും അപ്പോസ്തലനായി നമ്മൾ കാണുന്നത് സെൻറ്റ് ഫ്രാൻസിനെയാണ്. സെൻറ്റ് ഫ്രാൻസിസും മഹാത്മാഗാന്ധിയും ചേരുമ്പോൾ ഉണ്ടാകുന്ന, ഗാന്ധിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു സമാധാന വിളിയുണ്ട് നമ്മുടെ മുമ്പിൽ. എനിക്ക് തോന്നുന്നു എനിക്കൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കണം ഈ അവസരത്തിൽ. സമാധാനമുള്ള സ്ഥലത്ത് മാത്രമേ വല്ല വികസനം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മുമ്പിൽ. സന്മനസ്സുള്ള ഒരു സമാധാനം എന്നാണ് ആപ്തവാക്യം. മനുഷ്യ മനസ്സുകൾ സമാധാനം ഉണ്ടെങ്കിൽ സമൂഹ സമാധാനം ഉണ്ടാവും. അത് കണ്ടെത്തിയ ആളാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് ഒരു സെൻറ്റ് ഫ്രാൻസിസിലൂടെയും ഗാന്ധിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണമാണ്. അതിൻ്റെ വിളിയായുമാണ് അച്ഛൻ വരുന്നത് എൻ്റെ മുമ്പിൽ. ഈ ഫാദർ സ്കറിയ കലൂരിൻ്റെ വിളി എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് പറയുന്നത് എപ്പോഴും എൻ്റെ ഈ ജീവിതം തന്നെ ഞാൻ ഈ കണ്ണൂരിന് വേണ്ടി സമർപ്പിക്കുകയാണ് TPR. കാരണം ഇവിടെ കണ്ണൂരിൻ്റെ ഈ മനസ്സ് മാറ്റണം, കണ്ണൂരിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ മാറ്റണം എന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ട് എപ്പോഴും. കണ്ണൂർ പീസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യം വിദ്യാർത്ഥി ലോകത്തിനുമായി ബന്ധങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥി വർഗം എന്ന് പറയുമ്പോൾ ഇവിടെ രാഷ്ട്രീയപരമായ വിദ്യാർത്ഥി സംഘടനകളിൽ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് വിദ്യാർത്ഥി വർഗത്തിൽ നേരിടുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് ആഭാസങ്ങളുടെയൊക്കെ ഒരുപാട് തലം കൊണ്ട് വിദ്യാർത്ഥി വർഗത്തിനകത്ത്. അതുകൊണ്ട് വിദ്യാർത്ഥി വർഗങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന അന്തരീക്ഷം മോശമാകുമ്പോൾ അവരെ ഈ സമാധാനത്തിൽ കൊണ്ടുവരേണ്ട, സമാധാന ഭാഗത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ കണ്ണൂർ പീസ് ഫോറം ചില പ്ലാനിങ് ഉണ്ട്. വരാതെ കണ്ണൂർ പീസ് ഫോറം ഉദ്ദേശിക്കുന്നത് 100,000 വിദ്യാർത്ഥികളിലെങ്കിൽ കണ്ണൂർ ജില്ലക്കകത്ത് സമാധാനത്തിൻ്റെ ഈ പൂ വിരിയിക്കുക എന്നുള്ളതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവാചക ദൗത്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ സ്കറിയ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്നിലുള്ള ആ ഒരു ദൈവിക താല്പര്യത്തെ വളരെയധികം ജ്വലിപ്പിച്ച് ഈ കർമ്മമണ്ഡലത്തിലേക്ക് TPRനെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അത് കാരണം ഞാനത് പറയാൻ കാരണം TPR എന്ന് പറയുന്നത് ഒരു വലിയ ദൈവത്താൽ പ്രചോദിതമായിട്ട്, അതായത് പൊതുജന ശുശ്രൂഷ വ്രതമായിട്ടെടുത്ത മനുഷ്യനാണ്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിന്ന് കാണാറില്ല. പൊതുജന ശുശ്രൂഷ തൻ്റെ ജീവിതത്തിൻ്റെ വ്രതമായിട്ടെടുത്ത് കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലും അതുപോലെ ആരോഗ്യം ഒന്നും വകവയ്ക്കാതെ ജീവിതം മുഴുവനായിട്ട് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് എന്താ പറയുക, TPRനോട് എനിക്ക് നന്ദി, TPRൻ്റെ അടുത്ത് എനിക്ക് വിനയത്തോടെ നിൽക്കാൻ മാത്രമേ സാധിക്കൂ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിലും, നിരവധി സാംസ്കാരിക മേഖലകളിൽ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ആ ഒരു സ്വഭാവവിശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളും ഞാൻ പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും ജീവിതം വേറെ പ്രവർത്തനം വേറെ എന്ന് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അച്ഛൻ്റെ ആ ഒരു ശൈലി എന്നെ ആകർഷിക്കുകയും അച്ഛൻ അതിന് വളരെ ഉതകുന്ന ഒരു സ്ഥാനമാനം വഹിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് അച്ഛൻ ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ മേലാണ് ഈ സംഘടന ഞാൻ കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ നടപ്പാക്കിയ പല പല പ്രവർത്തനങ്ങളും ഈ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഉള്ള പോലെ തന്നെ എന്നെയും ആകർഷിച്ച് എന്നുള്ള സത്യമാണ്. ഉദാഹരണമായി മാലിന്യ കൂമ്പാരം കൂടി കൊടുക്കുന്ന ഈ കണ്ണൂരിൽ മാലിന്യത്തിൽ നിന്ന് ഒരു അറുതി വരുത്തുവാൻ വേണ്ടി ആഴ്ചകൾ തോറും ഒരു ക്ലീൻ പദ്യമായി അച്ഛൻ പൊതുജന മധ്യത്തിൽ ഇറങ്ങി തിരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനൊരു അറുതി വരുത്തുവാൻ അച്ഛൻ നടത്തിയ ശാന്തി യാത്രകളൊക്കെ അതിലും കൂടി ഞാനും ഒക്കെ പങ്കെടുക്കുകയുണ്ടായി. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മാസാമാസങ്ങൾ നടക്കുന്ന ബോധവൽക്കരണ ക്ലാസുകൾ അച്ഛൻ ഇവിടെ നടപ്പാക്കുകയുണ്ടായി. അതുപോലെ തന്നെ കണ്ണൂരിലെ പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാ തന്നെ ജനങ്ങൾക്കും എല്ലാം അച്ഛനൊരു പ്രിയപ്പെട്ട ഒരാളായി മാറി എന്നുള്ളൊരു സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല.
ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്വീകരിക്കട്ടെ. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. അച്ഛൻ്റെ മുൻപിൽ അനന്ത സാധ്യതകളുടെ ഒരുപാട് വഴികളുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും താങ്കൾ എന്താ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത്? ഈ സാധ്യതകൾ എന്ന് നീ ചോദിച്ചപ്പോൾ എനിക്കറിയാം അത് അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയൊക്കെ വഴികളായിരിക്കുമെന്ന്. ഒരുപക്ഷെ രാഷ്ട്രീയക്കാരൊക്കെ ചിന്തിക്കുന്നതാണ് പ്രധാനമന്ത്രിയാകും മുഖ്യമന്ത്രിയാക്കുക രീതിയിലാണ്. ഒരു പുരോഹിതൻ്റെ സാധ്യത എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഓർഡിനേഷനൊക്കെ ശേഷം പൗരോഹിത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പുരോഹിതൻ്റെ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് ശുശ്രൂഷയുടെ സാധ്യതയാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷയിലാണ്. അതേ വഴി തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും. ഇത് രണ്ടും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് എൻ്റെ വഴിയെന്ന്. അച്ഛൻ, ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇവിടെ ഇനിയൊരു മതസൗഹാർദ്ദത്തിന് സാധ്യതയുണ്ടോ? വിശുദ്ധ ഫ്രാൻസിസ് ആണ് വീണ്ടും ക്രിസ്തുവിനെ തെരുവിൽ ക്രിസ്തുവിനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ക്രിബ്, നമുക്ക് പുൽക്കൂട് സ്ഥാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ലോകത്തെയും ക്രിസ്തുവിനെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെയൊക്കെ ഒരു വളരേണ്ടത് ഈ രീതിയിലാണ്. അതായത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അൾത്താരയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും കാണണം. അത് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തെയും രൂപമാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞു ദൈവം സ്നേഹമാണെന്ന്. അപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മതങ്ങളിലും ആഴത്തിലുണ്ട്. അപ്പം നമ്മൾ ഉദാഹരണം നിൽക്കുന്നത് തന്നെ ഇപ്പോൾ തെയ്യക്കോലങ്ങളുടെ നടുക്കാണ്. ഈ തെയ്യക്കോലങ്ങളെന്ന് പറഞ്ഞത് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുണ്ടായിരുന്ന ഒരു ദൈവിക സങ്കല്പത്തിൻ്റെ ആഘോഷമായിരുന്നു. അപ്പം മതസൗഹാർദ്ദം വളരണമെങ്കിൽ ഇങ്ങനെ എല്ലാ സമൂഹങ്ങളിലുമുള്ള ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യങ്ങളെ തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ ഒരു സാഹചര്യങ്ങളും ഈ മതസൗഹാർദ്ദത്തിന് വിരുദ്ധമല്ല. എല്ലാ മതങ്ങളിലുമുള്ള സ്നേഹത്തിൻ്റെ നന്മയുടെ അംശത്തെ കണ്ടവരാണ് ഋഷിമാരും വിശുദ്ധരും എല്ലാം. അങ്ങനെ വരുമ്പോൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടതല്ല. മനുഷ്യരുടെ ഉള്ളിലും ഇതര സമൂഹങ്ങളിലും മതങ്ങളിലുമുള്ള ഈ സൗഹൃദത്തിൻ്റെ അഥവാ നന്മയുടെ അംശത്തെ നമ്മൾ എന്നും ജ്വലിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഏത് സാഹചര്യത്തിലും ആർക്കും മതസൗഹാർദ്ദത്തിലേക്ക് വളരാൻ സാധിക്കും. ഞാൻ ഉൾപ്പെടുന്ന ഇന്നിൻ്റെ തലമുറ തീർത്തും കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോവുക. സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ബിൻസി ചോദിച്ച ചോദ്യം ഒരു എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്നൊരു ചോദ്യമല്ല. കാരണം ആരാണ് ഉത്തരവാദി എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രശ്നത്തെ ഗൗരവമായിട്ട് സമൂഹം മൊത്തമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പൊതുവേ പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. പക്ഷേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ കൊണ്ട് കുട്ടികളെ നമുക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ വഴി നടത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നൊരു ശിക്ഷയുടെ സ്ഥാനം പോയി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മൂല്യബോധമുള്ള ഒരു ഇളം തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ മൂല്യബോധമുള്ള മാതാപിതാക്കളുടെ ആവശ്യമുണ്ട്. അവിടെയാണ് കാതലായ പ്രശ്നം പറ്റിയത്. കാരണം മാതാപിതാക്കളുടെ മൂല്യങ്ങൾക്ക് ഇവിടെ ഒരുപാട് മൂല്യ ശോഷണം സംഭവിച്ചു. സാമ്പത്തിക കാര്യങ്ങളും ജോലി, പിന്നെ ഈ ചെറിയ ന്യൂക്ലിയർ ഫാമിലി, ഈ സംഭവങ്ങളെല്ലാം വന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം നല്ല കുടുംബങ്ങളിന്നുമുണ്ട്. ഈ സാഹചര്യങ്ങളിലും സമ്മർദ്ദങ്ങളിലും ചെയ്യും. പക്ഷേ പേരൻസ് ആത്മീയതയിലും ദൈവവിശ്വാസത്തിലും മക്കളോടുള്ള ആഴത്തുള്ള സ്നേഹത്തിലും അതോടൊപ്പം തന്നെ തങ്ങളുടെ ദൗത്യം മറക്കാതെ ജീവിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തലമുറയെ അടിച്ചാക്ഷേപിച്ച് നമുക്ക് പറയാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. കാരണം നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നതിന് ശ്രദ്ധയുണ്ട്, കലാപരമായിട്ട് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന ശ്രദ്ധയുണ്ട്. ഇതിലെല്ലാം ശ്രദ്ധയുള്ള മാതാപിതാക്കൾ ധാർമ്മിക മൂല്യങ്ങളും വിശ്വാസം പോലെയുള്ള പ്രാർത്ഥന പോലെയുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ ഇവർക്ക് വിമുഖതയാവുന്നു, അല്ലെങ്കിൽ അവിടെ അവർ പരാജയപ്പെടുന്നു. അച്ഛാ, അവസാനമായിട്ട് എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.
താങ്കളിപ്പോൾ ഒരു സന്യാസിയാണ്. അതെ. ഒരു സന്യാസിക്ക് എന്തിനാണ് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് ഇത്രയധികം ഉത്കണ്ഠ? സന്യാസി എന്ന് നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഭാരതീയ സന്യാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം, ഭാരതീയ സന്യാസികൾ ലോകം വിട്ട് ഇങ്ങനെ ധ്യാനത്തിലും യോഗയിലൊക്കെ കഴിയുന്നവരാണ്. ഫ്രാൻസിസ് എന്ന സന്യാസിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത് അദ്ദേഹം ഇങ്ങനെ രണ്ട് വഴിക്ക് എങ്ങനെ പോകണം, ഒന്നുകിൽ സമ്പൂർണ്ണമായിട്ട് പ്രാർത്ഥനയിൽ കഴിയണോ അതെയോ കൂടുതൽ ആക്റ്റീവായിട്ട് പോകണം. നമുക്കറിയാം, ഈ രണ്ട് വഴിയും കത്തോലിക്ക സഭയിലുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത് ഇത് രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. ഒരു തരത്തിൽ ആത്മീയ ദേശാടനം എന്ന് പറയും. ആത്മീയ ദേശാടനമല്ല എന്ന് പറഞ്ഞാൽ, അത് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിലായിരിക്കുക, പക്ഷേ ലോകത്തിൻ്റേതല്ലാതായിരിക്കുക. ഇതാണ് ക്രിസ്ത്യൻ സന്യാസം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രിസ്ത്യൻ സന്യാസവും ഹൈന്ദവ സന്യാസവും അല്ലെങ്കിൽ ഭാരതീയ സന്യാസവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. ഭാരതീയ കാഴ്ചപ്പാടിൻ്റെ സന്യാസികളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഏകാന്തതയിൽ കഴിയുന്നു. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സന്യാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ഇത് രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ടാണ്. അതായത് ലോകത്തിലായിരിക്കുക, പക്ഷേ ലോകത്തിൻ്റെ അല്ലാതായിരിക്കുക. അപ്പോൾ ലോകത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. നമ്മളൊരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഇങ്ങനെ. ലോകത്തിൻ്റെ എല്ലാ ചലനങ്ങളും എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ അവതാരത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിലോ സാഹചര്യത്തിലോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സന്യാസമല്ല, മറിച്ച് ഫ്രാൻസിസ്കൻ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ വരുമ്പം സന്യാസത്തിന് ലോകത്തെ ഉപേക്ഷിക്കലല്ല, ലോകത്തെ വിശുദ്ധീകരിക്കലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഒരു വേർപിരിയലല്ല, പക്ഷെ അതിനെ പവിത്രീകരിക്കുകയും അതിനുവേണ്ടി ഫ്രാൻസിസ് പറയുന്നുണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞാൻ വന്നെന്ന് പറയാം. അപ്പോൾ ഇതുകൊണ്ടാണ് ലോകം നമുക്ക് പ്രധാനപ്പെട്ടതാകുന്നത്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാകുന്നത്, മനുഷ്യബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാകുന്നത്. കണ്ണൂരിൻ്റെ അസമാധാനത്തിൻ്റെ സാഹചര്യം എനിക്ക് പ്രധാനപ്പെട്ടതാകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണൂരിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രക്ഷപ്പെടലല്ല സന്യാസം. അത് വെറുതെ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു തോന്നലിൻ്റെ പേരിലല്ല. പക്ഷേ ഞാൻ എൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്ന കർത്താവ് എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമെന്ന പ്രാർത്ഥനയെ തുടങ്ങുന്നത്. അത് ഭംഗം വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്കതിൻ്റെ അകത്ത് ഇടപെടാതെ അതിനകത്ത് എനിക്ക് ഒഴിവാകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നീ നേരത്തെ ചോദിച്ച ആ ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് എന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെടുന്നു. യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ പുരോഹിതനോ അല്ലെങ്കിൽ ഒരു സന്യാസിക്കോ ഭൗതിക സാഹചര്യത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാകാൻ പറ്റുകയില്ല. കാരണം ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് ഇതിനെ വിശുദ്ധീകരിച്ചതാണ്. ചരിത്രമുറങ്ങുന്ന കണ്ണൂരിൻ്റെ കലുഷിത ഹൃദയത്തെ ശാന്തമാക്കിയ ഈ സ്നേഹപ്രയാണം കേരളക്കരയാകെ പ്രശാന്തമായി ജ്വലിച്ചു വരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണയായിരിക്കണമേ. മടുത്തു. ഇരുട്ടാണ് എവിടെയും. ലഹരിയുടെ ഉന്മാദങ്ങൾ എനിക്ക് സന്തോഷം പകരുന്നില്ല. രക്തത്തിന്റെ രൂക്ഷഗന്ധം എന്റെ മനം മടുപ്പിക്കുന്നു. ഭ്രാന്ത് എന്നിൽ വെറുപ്പിന്റെ കനലുകൾ ആളിക്കത്തിക്കുന്നു. ഇവിടെ അഗ്നിജ്വാലകൾ എന്നെ വിഴുങ്ങിക്കളയുന്നു. മടുത്തു, എനിക്ക് മടുത്തു. മടുത്തു, എന്താണ് ഒരു പരിഹാരം? ഉത്തരങ്ങൾ നമുക്ക് ഒരുമിച്ച് തേടാം. തിരിച്ചു പോവാം ഗുരുകുലത്തിലേക്ക്, സ്നേഹത്തിന്റെ ഗുരുകുലത്തിലേക്ക്, സമാധാനത്തിന്റെ ഗുരുകുലത്തിലേക്ക്, ആത്മനിയന്ത്രണത്തിന്റെ ഗുരുകുലത്തിലേക്ക്. സഹോദരരെ, വരുവിൻ. തകർത്തതെല്ലാം പുനരുദ്ധരിക്കാം. ഗുരുവചനങ്ങളെ വീണ്ടും സ്വാംശീകരിക്കാം. ആദർശരൂപങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം. വരുവിൻ. അങ്ങേ സമാധാനദൂതനായി നാഥ
കനിവോടെന്നെ അയക്കേണമേ. അങ്ങേ സ്നേഹസുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ വളർന്നിടട്ടെ. അങ്ങേ സമാധാനദൂതനായി നാഥ കനിവോടെന്നെ അയക്കേണമേ. അങ്ങേ സ്നേഹസുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ വളർന്നിടട്ടെ. വിദ്വേഷഹൃത്തിൽ സ്നേഹം വിതയ്ക്കാനും തിന്മ ചെയ്വോർക്കെല്ലാം മാപ്പു നൽകിയിടാനും സംശയഗ്രസ്തരെ നേരെ നയിക്കാനും ദൂതുമായി എന്നെ അയക്കേണമേ. ദൂതുമായി എന്നെ അയക്കേണമേ. നൈരാശ്യകൃത്തിൽ ആശ വിതയ്ക്കാനും അന്ധകാരത്തിൽ പ്രകാശം പരത്താനും സന്താപ